ബൈബിളിന് വേണ്ടി വന്നിരിക്കുന്നത് ഏത് ഭാഗം അറിയോ? എല്ലാവർക്കും പഠിച്ചിട്ട് പോകും. ഓക്കെ, നമ്മൾ ഇതിനകത്ത് 25 ചോദ്യങ്ങളാണ്. 25 ചോദ്യത്തിൽ 10 ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുക. അപ്പോൾ ഇതിനകത്ത് നിഗാമി എന്ന് പറയുന്നത് അറിയാവുന്ന ആൾക്കാരെ എഴുതിയിരിക്കുക. ചോദ്യം ചോദിക്കുമ്പോൾ അതിന് അറിയുന്ന ആൾക്കാരെ എഴുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഉത്തരം പറയുന്ന എല്ലാവർക്കും സമ്മാനം. ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന ആൾക്ക് സർപ്രൈസ് ആയിട്ട് ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരം വാങ്ങിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും വലിയ ആൾക്കാരും പറയാം കേട്ടോ. വലിയ ആൾക്കാർക്ക് ഉത്തരം പറയാം. അവർക്ക് ക്യാഷ് പ്രൈസ് അറിയാം, സമ്മാനം അറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, സൗഖ്യം നൽകാനായി യേശു ബെത്സയിലെ രോഗിയോട് അരുളി ചെയ്ത വചനമേത്? സൗഖ്യം നൽകാനായി യേശു ബെത്സയിലെ രോഗിയോട് അരുളി ചെയ്ത വചനമേത്? എനിക്ക് ശേഷം ഞാൻ പറഞ്ഞിട്ട് പറയാമോ? അതിലൂടെ എഴുതിയോ? അതിന് അത് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ. ബാക്കിയുള്ള ചോദിക്കും. സൗഖ്യം നൽകാനായി യേശു ബെത്സയിലെ രോഗിയോട് അരുളി ചെയ്ത വചനമേത്? ഓക്കെ, ഇതിനകത്ത് 3 പേരാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇനി ആർക്കും ഉത്തരം പറയാൻ ചാൻസില്ല. അപ്പോൾ ആദ്യം കുട്ടികളോട് ചോദിക്കണം. അതിന് തെറ്റ് വരും. കേട്ടോ? ഓർക്കണം. ശരി, 3 പേര് കറക്റ്റ് ഉത്തരമാണ്. അപ്പോൾ 3 പേര് കൂടുതൽ എഴുതാനാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവർക്ക് ക്യാഷ് പ്രൈസ് കൊടുക്കാം. അപ്പോൾ പേര് നോക്കിയത് ശരി ഡാനിയൽ എമിൽ ഇവരാണ് ആദ്യം ചോദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 പേർക്ക് 2 ലക്ഷം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. എല്ലാവർക്കും ഭയങ്കര പറയാം. അപ്പോൾ പറഞ്ഞത് മഞ്ജു രണ്ടാമത്തെ ചോദ്യം, കിടക്കയും എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞാൽ ആരാണ്? ആരോട് പറഞ്ഞു? ചോദ്യം ഒന്ന് വയ്ക്കാം. കിടക്കയും എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞാൽ ആരാണ്? ആരോട് പറഞ്ഞു? കിടക്കയും എടുത്ത് നടക്കുക എന്ന് നിന്നോട് പറഞ്ഞാൽ ആരാണ്? ആരോട് പറഞ്ഞു? അപ്പോൾ 2, 4, 6 പേര്. ചോദ്യം ഒന്ന് വായിക്കാം. കിടക്കി എടുത്ത് നടക്കുക എന്ന് എന്നോട് പറഞ്ഞാൽ ആരാണ്? അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്കുണ്ട്. യേശു ആരോട് പറഞ്ഞു? ചെറിയൊരു മിസ്റ്റേക്കുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ യഹൂദ ബെത്സയിലേക്ക് സുഖമാക്കി മനുഷ്യനാണ് പറഞ്ഞത്. യഹൂദ ബെത്സയിലേക്ക് സുഖമാക്കി മനുഷ്യനാണ്. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം. ഇപ്പോൾ വായിക്കുക. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 12-ാം വാക്യം. 3ാമത്തെ ചോദ്യം, യേശുവിന്റെ വചനം കേൾക്കുകയും യേശുവിനെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കുന്ന നേട്ടമുണ്ട്. ഒന്ന് വായിക്കാം. യേശുവിന്റെ വചനം കേൾക്കുകയും യേശുവിനെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കുന്ന നേട്ടമുണ്ട്. ഇതൊന്നും ഉത്തരം ശിക്ഷാവിധിയില്ല. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം. യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത 4ാമത്തെ ചോദ്യം, മരിച്ചവർ ഡാൻ ശ്രമിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു? മരിച്ചവർ പൂരിക്കാണ്. മരിച്ചവർ ഡാൻ ശ്രമിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു? മരിച്ചവർ ഡാൻ ശ്രമിക്കുന്ന സമയം വരുന്നു അല്ല വന്നു കഴിഞ്ഞു? എന്തോ ശ്രമിക്കുന്ന സമയം വന്നു കഴിഞ്ഞാൽ അത് പറയണം. പക്ഷെ എന്താണ് പറഞ്ഞെന്നുള്ളത് പറയാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം. അതുപോലെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യം. ഏകദേശം ചെയ്തിട്ടുണ്ട്. ദൈവപുത്രന്റെ തരം മരിച്ചവർ ദൈവപുത്രന്റെ തരം പ്രയോഗിക്കുന്ന സമയം വരുന്നു അല്ല ഒന്ന് കഴിഞ്ഞു? അതാണ് കറക്റ്റ് ആൻസർ. ഇതിൽ കൈകളിലൂടെ പ്രോത്സാഹനം നോക്കില്ല. 5ാമത്തെ ചോദ്യം ഇല്ല മാപ്പില്ല. 5ാമത്തെ ചോദ്യം, ഗലീലക്കാർ യേശുവിനെ സ്വാഗതം ചെയ്തത് എന്തുകൊണ്ടെന്നാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്? ഗലീലക്കാർ യേശുവിനെ സ്വാഗതം ചെയ്തത് എന്തുകൊണ്ടെന്നാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്? യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 45-ാം വാക്യമാണ്. ഗലീലക്കാർ യേശുവിനെ സ്വാഗതം ചെയ്തത് എന്തുകൊണ്ടെന്നാണ് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്? ഉത്തരം കറക്റ്റ് ഉത്തരം പറയുന്നത് അല്ല. ഉത്തരം യേശു ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഗലീലക്കാർ യേശുവിനെ സ്വാഗതം ചെയ്തതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം എഴുതുന്നത്. 4ാമത്തെ ചോദ്യം, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ. ഇത് യേശു പറഞ്ഞത് ഏത് ദേശക്കാരെ കുറിച്ചാണ്? അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ. ഇത് യേശു പറഞ്ഞത് ഏത് ദേശക്കാരെ കുറിച്ചാണ്? പിള്ളേർക്കാരെങ്കിലും ഏത് ദേശക്കാരെ കുറിച്ചാണ്? 3 പേരാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ലല്ലോ. ഇത് യേശു പറഞ്ഞത് ഏത് ദേശക്കാരെ കുറിച്ചാണ്?
ഗലീലി കടൽ വിളിക്കപ്പെടുന്ന മറ്റൊരു പേര്, ഗലീലി കടലിന് വിളിക്കപ്പെടുന്ന മറ്റൊരു പേര്, ഗലീലിന്റെ വേറൊരു പേരും കൂടി കടലിന് ആ പേരാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. എന്താണ് ആ പേര്? ഗലീലി കടൽ വിളിക്കപ്പെടുന്ന മറ്റൊരു പേര്, ഗലീലി കടലിന് തിബോരിയസ്. തിബോരിയസ് പറഞ്ഞിരിക്കുക. തിബോരിയസ് കറക്റ്റ്. ഒന്നാമത്തെ ചോദ്യം, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് പറഞ്ഞു? ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് പറഞ്ഞു? ചോദ്യം കൂടെ ഞാൻ ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആര് ആരോട് പറഞ്ഞു? ആര് പറഞ്ഞ ശരിയല്ല. യേശു ഫിലിപ്പോസിനോടാണ് ചോദിച്ചത്. ഫിലിപ്പോസ് യേശുവിനോട് 6-ാം അധ്യായം 5-ാം വാക്യം. ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? ആരോട്? യേശു ഫിലിപ്പോസിനോടാണ് ചോദിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യാണ്. ബാക്കി 15 ചോദ്യം അടുത്ത പരിപാടി ശേഷം നമ്മൾ നിങ്ങൾക്ക് ഓർക്കില്ല. 10-ാമത് ചോദ്യം, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? സന്ദർഭം. ഇത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. പല ബൈബിൾ പല രീതിയിലായിരിക്കും. ഇത് നമ്മൾ ചോദ്യം യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ഭാഗത്തുള്ള ഉത്തരം തന്നെയായിരിക്കാം. ഒന്നാമത്തെ ചോദ്യം, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. ആരാണ് പറഞ്ഞത്? സന്ദർഭം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 14-ാം വാക്യമാണ്. എന്താണ്? ഇതിനകത്ത് ആരുടെ ഉത്തരം ശരിയല്ല. ജനങ്ങൾ യേശു അപ്പം വർദ്ധിപ്പിച്ച സംഭവം കണ്ടിട്ട് പറഞ്ഞതാണ്. ജനങ്ങൾ യേശു അപ്പം വർദ്ധിപ്പിച്ച സംഭവം കണ്ടിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 14-ാമത്തെ. അപ്പോൾ എനിക്ക് 10 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചാണ് സിന്ധു. ആരാണ്? സിന്ധു ചേച്ചി. സിന്ധു ചേച്ചി ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്നത്. രണ്ടാമത് എത്ര മാർക്ക്? ഇത്രയും ആൾക്കാർക്ക് 7 മാർക്ക് വന്നിട്ട് 15 ചോദ്യങ്ങൾ ബാക്കിയുള്ളത്. 15 ചോദ്യം നീങ്ങപ്പെട്ട് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് വിട്ടേക്കാം. ഇനി അത് പറയണോ? 10 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു. 10 ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്യണം. ബാക്കി 7 മാർക്ക് വരുന്നത് ഡാനിയേൽ, ജിയ, ഡയാന, എഞ്ചിനീയർ. അതാണ്. ഓക്കെ. അത് 11-ാമത്തെ ചോദ്യം, സ്വമേധയാ സംസാരിക്കുന്നവൻ എന്ത് അന്വേഷിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്തത്? സ്വമേധയാ സംസാരിക്കുന്നവൻ എന്ത് അന്വേഷിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്തത്? അതിനോട് എഴുതിയിരിക്കുക. ഞാൻ പറഞ്ഞതിന് ശേഷം ഉത്തരം പറയാം. ചോദ്യം ഒന്നും വായിക്കാം. സ്വമേധയാ സംസാരിക്കുന്നവൻ എന്ത് അന്വേഷിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്തത്? ഓക്കെ. രണ്ടുപേരാണെങ്കിൽ സ്വമേധയാ സംസാരിക്കുന്നവൻ എന്ത് അന്വേഷിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്തത്? രണ്ടുപേരും കണ്ടല്ല. ഞാൻ പറയാം. സ്വന്തം മഹത്വം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 18-ാം വാക്യം. സ്വമേധയാ സംസാരിക്കുന്നവൻ എന്ത് അന്വേഷിക്കുന്നു എന്നാണ് യേശു അരുളി ചെയ്തത്? ഉത്തരവാണ്. അടുത്ത ചോദ്യം, 12-ാമത്, വാസ്തവത്തിൽ യേശു മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് ഇപ്രകാരം യേശു പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? വാസ്തവത്തിൽ യേശു മോശയിൽ നിന്നല്ല പിതാക്കന്മാരിൽ നിന്നാണ് ഇപ്രകാരം യേശു പറഞ്ഞത് എന്തിനെ പറ്റിയാണ്? അല്ലേ 5 അധ്യായങ്ങളാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. ഞാനൊക്കെ പറയാം. പരിച്ഛേദന നിയമത്തെ പറ്റി. പരിച്ഛേദന നിയമത്തെ പറ്റിയാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 22-ാം വാക്യമാണ്. അടുത്ത ചോദ്യം, ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നതല്ല. ഇപ്രകാരം യേശു പറഞ്ഞത് ആരോട് എവിടെ വെച്ചു? ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നതല്ല. ഇപ്രകാരം യേശു പറഞ്ഞത് ആരോട് എവിടെ വെച്ചു? മൂന്നുപേരാണ്. ഇന്നെന്ത് പറഞ്ഞിട്ട് പറഞ്ഞു? യേശു ചോദ്യം നമ്മൾ പറയാം. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ സ്വമേധയാ വന്നതല്ല. ഇപ്രകാരം യേശു പറഞ്ഞത് ആരോട്? ജനത്തിലെ നിവാസികളിൽ ചിലവ്. ജനത്തിലെ ദേവാലയത്തിൽ വെച്ചിട്ടാണ് യേശു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 22-ാം. അതിലൊരു ഒരു പ്രവാചകൻ വരാത്തതെന്ന് പരിചയം വിശേഷിപ്പിക്കുന്ന സ്ഥലമില്ല. ഒരു പ്രവാചകൻ വരാത്തതെന്ന് പരിചയം വിശേഷിപ്പിക്കുന്ന സ്ഥലമില്ല. രണ്ടുപേരും ഓക്കെ. ചോദിക്കണം. ഏറ്റവും കൂടുതൽ മാർക്ക് ഞാൻ നിങ്ങളെ ചോദിച്ചതാണ്. ശരിക്കും ഞാൻ കൊടുക്കുന്നത്. 15-ാമത് ചോദ്യം, ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഇപ്രകാരം പറഞ്ഞവരാണ്. ഈ മനുഷ്യൻ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒന്നും ചെയ്യാൻ അവന് കഴിയുമായിരുന്നില്ല. ഇപ്രകാരം പറഞ്ഞത് ആരാണ്? മൂന്ന് ഉത്തരങ്ങൾ തെറ്റാണ്. യേശു സൗഖ്യം നൽകിയ അന്നമാണ് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 33-ാമത്തെ.
പതിനാറാമത്തെ ചോദ്യം, നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് തന്നെയാണോ ഇപ്രകാരം യേശു പറഞ്ഞത് ആരോട്? നീ അവനെ കണ്ടു കഴിഞ്ഞു, നിന്നോട് സംസാരിക്കുന്നത് തന്നെയാണോ ഇപ്രകാരം യേശു പറഞ്ഞത് ആരോടാണ്? അന്തനോട് കേട്ടാണ് യേശു ചോദിക്കുന്നത്. 17-ാമത്തെ ചോദ്യം, ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് അരുൾ ചെയ്ത യേശു തനിക്ക് മുമ്പേ വന്നവരെല്ലാം ആരെന്നാണ് വിശേഷിപ്പിച്ചത്? ഞാനാണ് ആടുകളുടെ വാതിൽ എന്ന് അരുൾ ചെയ്ത യേശു തനിക്ക് മുമ്പേ വന്നവരെല്ലാം ആരെന്നാണ് വിശേഷിപ്പിച്ചത്? ആടുകളാണോ ഉള്ളക്കാരാണോ വെള്ളമാരാണോ? ചെള്ളന്മാർ കൊള്ളക്കാരൻ പറഞ്ഞാൽ 1, 2, 3. ചെള്ളന്മാർ കവച്ചക്കാരാണ്. ചെള്ളന്മാർ കവച്ചക്കാരാണ്. 18-ാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷത്തിൽ നല്ല ഇടയെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? യോഹന്നാന്റെ സുവിശേഷത്തിൽ നല്ല ഇടയെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? 3, 4 പേരാണ് ഇത്. ചേട്ടാ യേശുവിനെ എല്ലാവരും നിങ്ങൾ അറിയില്ലേ? നല്ല ഇടയിൽ ആരും അറിയില്ലേ? ഓക്കെ, നേരത്തെ 19-ാമത് മാർക്ക് 19. എന്ത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും തനിക്ക് അധികാരമുണ്ട് എന്നാണ് നല്ല ഇടയനായ യേശു പറയുന്നത്? എന്ത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും തനിക്ക് അധികാരമുണ്ട് എന്നാണ് നല്ല ഇടയനായ യേശു പറയുന്നത്? ഇതിനാണ് വിളിച്ചിട്ട് 10-ാം അധ്യായം 18-ാം വാക്യത്തിലാണ് ഈ ഒരു ചോദ്യം. എന്ത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും തനിക്ക് അധികാരമുണ്ട് എന്നാണ് നല്ല ഇടയനായ യേശു പറയുന്നത്? രണ്ടുപേരും കാണാം. ജീവൻ എനിക്കുള്ളതാണ്. അത് 20-ാമത്തെ ചോദ്യം, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും എന്ന് യഹൂദ യേശുവിനോട് ചോദിച്ചത് ജെറുസലേമിലെ ഏത് തീരുമാനത്തിന്റെ സമയത്താണ്? നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്നിഗ്ധാവസ്ഥയിൽ നിർത്തും എന്ന് യഹൂദ യേശുവിനോട് ചോദിച്ചത് ജെറുസലേമിലെ ഏത് തീരുമാനത്തിന്റെ സമയത്താണ്? ഉത്തരമല്ല, പ്രതിഷ്ഠയുടെ തീരുമാനം. പ്രതിഷ്ഠയുടെ തീരുമാനം 10-ാം അധ്യായം 23-ാം വാക്യം. അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്നതാണ്. 7 മാർക്ക് ഏറ്റവും കൂടുതൽ അത് 5 ചോദ്യം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ 5 ചോദ്യത്തിൽ ഞങ്ങളുടെ മാക്സിമം സ്കോറിന് സമാധാനം കിട്ടും. ഓക്കെ, 21-ാമത്തെ ചോദ്യം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന യഹൂദ വിഭാഗങ്ങൾ ഏതൊക്കെ? വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്ന യഹൂദ വിഭാഗങ്ങൾ ഏതല്ല? കേരളത്തിലാണ് പരിശീലനം നീക്കുന്നത്. 4 പേർ ഫോളോ ചെയ്യുന്നത്. 22-ാമത്തെ ചോദ്യം, യേശു നല്ല ഇടയനാകുന്നത് എന്തുകൊണ്ട്? ആടുകൾക്ക് വേണ്ടി. കാഴ്ച വീണ്ടും കിട്ടിയ ജന്മന അന്ധനായ മനുഷ്യൻ യേശു ആരാണെന്നാണ് പരിചയയോട് പറഞ്ഞത്? കാഴ്ച വീണ്ടും കിട്ടിയ ജന്മന അന്ധനായ മനുഷ്യൻ യേശു ആരാണെന്നാണ് പരിചയയോട് പറഞ്ഞത്? ദൈവം വരുവാനിരിക്കുന്ന ദൈവം. ഇതല്ല, അവരൊരു പ്രവാചകനാണെന്നാണ്. കാഴ്ച വീണ്ടും കിട്ടിയ ജന്മന അന്ധനായ മനുഷ്യൻ യേശു ആരാണെന്നാണ് പരിചയയോട് പറഞ്ഞത്. അവരൊരു പ്രവാചകനാണ്. അതിന്റെ വെള്ളത്തിന് മീതെ നടക്കുകയെന്ന അറിയാമോ? യേശു പ്രവർത്തിച്ച അവസരത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ വെള്ളത്തിൽ എങ്ങോട്ട് പോവുകയായിരുന്നു? വെള്ളത്തിൽ മീതെ നടക്കുകയെന്ന അറിയാമോ? യേശു പ്രവർത്തിച്ച അവസരത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ വെള്ളത്തിൽ എങ്ങോട്ട് പോവുകയായിരുന്നു? അത് ലാസ്റ്റ് ചോദ്യമാണ്. 25-ാമത്തെ ചോദ്യം, തങ്ങൾ മോശയുടെ ശിഷ്യരാണെന്ന് സ്വയം വിശേഷിപ്പിച്ച യഹൂദ വിഭാഗങ്ങൾ. തങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിച്ച യഹൂദ വിഭാഗങ്ങൾ. ലാസ്റ്റ് ചോദ്യമാണ്. തങ്ങൾ മോശയുടെ ശിഷ്യന്മാരാണെന്ന് സ്വയം വിശേഷിപ്പിച്ച യഹൂദ വിഭാഗങ്ങൾ. വരില്ല. ഓക്കെ, അപ്പോൾ 2, 4, 5 പേര്. കാണാൻ തെറ്റക്കാരൻ ഓക്കെ, 25 ചോദ്യങ്ങൾ വിളിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ നമ്മുടെ പരിപാടികൾ മാത്രം വെച്ചാണ് ഏറ്റവും കൂടുതൽ മാത്രമായിട്ട് ചിന്തിച്ചിരിക്കുന്ന ഉപകാരമുള്ള കാര്യം ചിന്തിച്ചോളൂ. കുട്ടികൾ ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്യാൻ അപ്പോൾ ഇതിന് ക്യാഷ് പ്രൈസ് നൽകാൻ വേണ്ടി എല്ലാവർക്കും
മതി കിട്ടണല്ലേ തങ്ങളുടെ ആദ്യം മതി കിട്ടാനുള്ള മതി കിട്ടാത്ത കുട്ടികളെ ഇറങ്ങിയിട്ട് മതി മറ്റുള്ള മതി കിട്ടാത്ത പിള്ളേർ എല്ലാ കുട്ടികൾക്കും എല്ലാ കുട്ടികളും കൊടുക്കണം മതി കിട്ടാത്ത കുട്ടികൾ ഓക്കെ രാവിലെ എല്ലാം ഓക്കെ